അപ്പോൾ എൻ്റെ ഇതിൽ നോക്കുമ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. പക്ഷേ ഈ സെയിം സൈഡിൽ വെളിയിൽ നിൽക്കുന്ന ഒരു ഇത് കാണുന്ന, ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ ഇത് കാണുന്ന ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു കൊച്ചു പയ്യൻ, അവൻ നോക്കുമ്പോൾ ഓക്കെ എനിക്ക് ഈ ഗെയിം, ആ ചേട്ടൻ 5000 രൂപ കൊടുത്ത് ആ ഗെയിം മേടിച്ച് കളിക്കുന്നു, അപ്പോൾ എനിക്ക് ഗെയിം മേടിക്കണം. അപ്പോൾ എനിക്ക് ഗെയിം മേടിക്കാൻ വേറെ വഴിയില്ല, അച്ഛൻ്റെ ATM കാർഡാണ് പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അവൻ നേരെ അതിലേക്ക് തിങ്ക് ചെയ്ത് അത് വിഡ്രോ ചെയ്ത് എടുക്കുക എന്നുള്ളതെന്ന് പറയുമ്പോൾ അവൻ അത്രയും ആക്സസ് കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. 8ാം ക്ലാസ് പഠിക്കുന്ന പയ്യന് നമ്മുടെ കാർഡിൻ്റെ മറ്റേ പിൻ നമ്പറും അതും ഇതെല്ലാം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നാമത്തെ കാര്യം അത് നമ്മൾ കൺട്രോൾ ചെയ്യണം. അതിനൊരിക്കലും അവനെ ബ്ലെയിം ചെയ്യട്ടെ. പലപ്പോഴും പല കാര്യങ്ങളും ചെക്കനെയും കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഡർ ചെയ്യിപ്പിക്കാനോ എല്ലാം ഒരു വിധത്തിൽ അത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അതിനുള്ള ഒരൊറ്റ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്താ പറയുക, നല്ലത് ചീത്ത ഏത് മോനെ ഇത്. അഥവാ ഞാനൊരു കാര്യം ചേട്ടൻ്റെ അടുത്ത് പറയണം, എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, ചേട്ടാ ഈ തെറിവിളികൾ പിള്ളേരെ കേൾക്കരുത് എന്നല്ല എൻ്റെ അഭിപ്രായം. അത് കേട്ടിട്ട് അത് മോശമാണെന്ന് തിരിച്ചറിയണം. അതിപ്പോൾ കേൾക്കുകയാണെങ്കിലും മോനെ ഇതൊരു മോശവാക്കാ, ഇത് പബ്ലിക്കിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന പേരൻസ് ചേട്ടന്മാർ ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് പേരെ. എനിക്ക് അങ്ങനെ കുറച്ച് പേരെ ആൾക്കാരെ അറിയാം. അത് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആവണമെന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും പറ്റത്തില്ല മക്കളെ തെറി കേൾപ്പിക്കാനോ ഒന്നും, മറ്റേ തെറി വിളിക്കുന്ന കേൾപ്പിക്കാനോ ഒന്നും. അഥവാ എന്നാലും ചില സമയത്ത് ചില വേർഡ്സുകളൊക്കെ പിള്ളേർ ഒറ്റയടിക്ക് ക്യാച്ച് ചെയ്യും. എന്നിട്ട് ചോദിക്കാം, അച്ഛനോട് അമ്മയോട് ചിലപ്പോൾ ചോദിക്കാം, ഇതെന്താ അച്ഛാ, ഇതെന്താ അമ്മ എന്ന് ചോദിക്കാം. അപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഇത് മോനെ അതൊരു മോശം വാക്കാം, അപ്പം അത് പബ്ലിക്കിൽ ഉപയോഗിക്കാൻ പാടില്ല, അല്ലെ ബാക്കിയുള്ള ആൾക്കാരിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാം. ഇത് ഒരു പക്ഷേ ചേട്ടൻ പറഞ്ഞൊരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ ലൈവ് കാണുന്ന സമയത്ത് പേരൻസ് അറിയുന്നില്ലല്ലോ ഈ ലൈവാണ് കാണുന്നത് അല്ലെങ്കിൽ അതാ കാണുന്നത് ഇതാ കാണുന്നതെന്ന്. അത് അവരിൽ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷേ ഒരു പരിധി വരെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്കും, എൻ്റെ ഒരു രീതിയിൽ പറയാണ്, നമുക്കും ഇത് ചില സമയത്ത് മനുഷ്യന്മാരാണ്, ട്രിഗേർഡ് ആവും, ദേഷ്യം വരും. ചിലപ്പം ഇത് പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതല്ലല്ലോ ചേട്ടാ, ലൈവ് അല്ലേ. ചില സമയത്ത് ഈ ലൈവ് കാണാൻ വരുന്ന ഓഡിയൻസ്, ഇപ്പം യൂട്യൂബേഴ്സിലായിട്ടുള്ള ആൾക്കാർ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ റിപ്ലൈ ആയിട്ട് തെറി പറയാറുണ്ട്. ഇപ്പം അത് നമുക്ക് നോക്കുമ്പം നമ്മൾ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുകയല്ല ചെയ്യാറ്, ഞങ്ങൾ ലൈവാണ്. ഞങ്ങൾക്ക് ഓൺ ടൈം ആയിരിക്കും നെഗറ്റീവ് കമൻറ്റ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ നമ്മുടെ അച്ഛനും അമ്മമാരെയൊക്കെ എടുത്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ട്രിഗേർഡാവും. നമ്മൾ പെട്ടെന്ന് ട്രിഗേർഡായിട്ട് നമ്മൾ എന്തെങ്കിലും തെറിയൊക്കെ തിരിച്ചു പറയും. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും മോശമായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളും പെട്ടെന്ന് ട്രിഗേർഡായിട്ട് തിരിച്ചു പറയാനുള്ള സാധ്യതകളുണ്ട്. അതൊരു ലൈവ് ടൈം ഇൻട്രാക്ഷൻ ആയതുകൊണ്ട് ഉള്ളൊരു ഡിഫറൻസും കൂടി അതിനകത്ത് വരുന്നുണ്ട് സ്ട്രീമേഴ്സിൻ്റെ കേസിൽ നോക്കുമ്പോൾ. ഇപ്പം നമ്മളൊരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു കാര്യം നല്ലതുപോലെ ട്രൈ ചെയ്തിട്ട് ആ ലെവലിൽ തോറ്റുപോയി എന്ന് വിചാരിച്ചോ, അപ്പം നമുക്ക് NT എന്ന് പറയാം, നൈസ് ട്രൈ. പിന്നെ ഒരു ഗെയിം ഇപ്പം നമ്മളിപ്പോൾ ഒരു ഗെയിം കളിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൂടെ നമ്മൾ ജയിച്ചു, ഒപ്പോണൻസിൻ്റെ അടുത്ത് നമുക്ക് വെൽത്തി ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ നല്ല കളിയായിരുന്നു എന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് പറയാനാണ് GG എന്ന് പറയാം, ഗുഡ് ഗെയിം, ഗുഡ് ഗെയിം. അങ്ങനെ കുറേ ഗെയിമിംഗ് ടൈംസ് ഉണ്ട്. അത് ഈ ഗെയിം കളിക്കുന്നവർക്കറിയാം. ഈ പറയണത് പോലെ ഇതിപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതാണ്. ഇത് കൂടാതെ ടോക്സിക് ആയിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള വേറെ ടോക്സും ഷോർട്ട് ഫോമിലുണ്ട്. ഇപ്പം ലൈവ് സ്ട്രീമിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിൽ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രാക്ട് ചെയ്യുന്ന നിങ്ങൾ പലരും പല രാജ്യത്തിരിക്കുന്ന ആളുകളായിരിക്കും അല്ലേ, പല ലാംഗ്വേജിലായിരിക്കും. ഇപ്പോൾ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കാൻ സാധ്യതയില്ല ഇങ്ങനെയുള്ള പരിപാടികളിൽ? നമ്മളിപ്പോൾ ഒരു PC ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, എല്ലാ ഗെയിംസിലും കമ്മ്യൂണിക്കേഷൻ സെർവേഴ്സ് ഉണ്ടാവില്ല. നമുക്ക് ഒരുമിച്ചിരുന്ന് കളിക്കുകയും വേണം, സംസാരിച്ചിരുന്ന് കളിക്കുകയും വേണം. എന്നാൽ ഒരേ ഗെയിം തന്നെ കളിക്കണമെന്നുണ്ടെങ്കിലും ഓപ്ഷൻസ് ഉണ്ട്. ഡിസ്കോഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതെല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഈ ഡിസ്കോഡിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാം. ആ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം ഒരുമിച്ചിരുന്ന് സംസാരിക്കാം. ഗൂഗിൾ മീറ്റ് പോലെ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഗെയിം കളിക്കാം. അങ്ങനെ അതിൽ കോൺവെർസേഷൻ ഓഫ്ലൈനിൽ എന്ത് സംസാരിക്കുന്നതെന്ന് അവരുടെ കാര്യമാണ്. അതിപ്പം ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കേരളത്തിലിരിക്കുന്ന ഒരാൾ ദുബായിലുള്ള ഒരാളെ VPN ഇട്ട് കോൾ വിളിച്ച് സംസാരിച്ചാലും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് എങ്ങും റെക്കോർഡാവുന്നില്ല, ഡീകോഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഗെയിം അങ്ങനത്തെ ഒരു രീതിയിൽ ഉപയോഗിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അതിന് ഗെയിം ഓപ്പൺ ചെയ്യണം എന്നില്ല, അതിന് ഡിസ്കോഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ മാത്രം മതി. ലോകത്ത് എവിടെ നിന്ന് എവിടെ വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങളൊരു മുറിക്കകത്തിരുന്നിട്ടാണ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും കളിക്കുന്നത്. സാമൂഹ്യപരമായി ആളുകളോടുള്ള കടമകളോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ തലമുറ മറന്നു പോകുന്നുണ്ടോ? മറന്നു പോകുന്നില്ല. പക്ഷേ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനത് മറക്കുന്നില്ല. പക്ഷേ ചേട്ടൻ പറഞ്ഞ കാര്യം അഫക്റ്റ് ചെയ്യപ്പെടുന്ന കുറേ കുട്ടികളുണ്ടാവും. കാരണം വെളിയിൽ പുറത്തിറങ്ങുന്നില്ല, ആരും അങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊന്നും ഇൻവോൾവ് ആവുന്നില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മെയിൻലി നടക്കുന്നുണ്ട് ഇപ്പം.
ഇപ്പം എൻ്റെ കാര്യത്തിൽ തന്നെ എനിക്ക് പറയാൻ പറ്റും, ഞാൻ ഒരു സമയം വരെ നല്ല ബോഡിയൊക്കെ ബിൽഡ് ചെയ്ത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ്. വൺസ് ഈ ഒരു പ്രൊഫഷനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുവരെ ഞാൻ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രം, വിരലിലെണ്ണാവുന്ന ദിവസങ്ങളിൽ മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ളൂ. അങ്ങനൊരു കൊതിയും തോന്നണില്ല, അതാണ് സത്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 4 മണി 5 മണിക്കൊക്കെയാണ് കിടക്കുന്നത്. സ്ട്രീംസും എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ 4 മണി 5 മണിക്ക് കിടക്കും. ഉച്ച കഴിഞ്ഞിട്ട് എണീക്കുന്നു. ഉച്ചയ്ക്കത്തെ ഫുഡായിരിക്കും ആദ്യം കഴിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ ഡേ തുടങ്ങുന്നത് പോലും. അപ്പോൾ ആ ഒരു റൂട്ടീനിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ചേട്ടൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ, ഈ നമുക്ക് കുറച്ച് ഇൻട്രാക്ഷൻ കുറയും. ഒബ്വിയസ്ലി പബ്ലിക്കായിട്ടുള്ളതും വീട്ടുകാരായിട്ടുള്ളതും എല്ലാം ഇൻട്രാക്ഷൻസും നന്നായിട്ട് കുറയും ഈ ഒരു സാധനത്തിൽ വന്നു കഴിഞ്ഞാൽ. അത് വെൻ ഇറ്റ് കംസ് ടു എ പ്രൊഫഷണൽ ഗെയിമിംഗ് സ്ട്രീമർ എന്നുള്ള രീതിയിലോട്ടുകൂടെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും കുറയും. കാരണം ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ, നമുക്കിപ്പം ഒരു ഗെയിം കളിച്ച് തീർക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ദിവസം കിട്ടുന്ന ടാസ്ക് തീർക്കുക എന്ന് പറയണത് നമുക്കൊരു ഫിക്സഡ് ടൈമിൽ തീർക്കാൻ പറ്റത്തില്ല. ചില ദിവസം അത് ഒരുപാട് ടൈം എടുക്കും, ചില ദിവസം ഒരുപാട് നമ്മൾ വിചാരിക്കുന്നിടത്ത സമയത്ത് തീരത്തില്ല. ഇത് ശരിക്കും നമ്മുടേതായിട്ടുള്ളൊരു എഫേർട്ടും ഇതും ഭയങ്കരമായിട്ട് വേണ്ടുന്നൊരു കാര്യമാണ്. അപ്പം നമ്മളിപ്പം ഫാമിലിയുടെ കൂടെ പുറത്ത് പോവുക എന്നുള്ളൊരു പ്ലാൻ 9 മണിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു 7 മണിക്ക് ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, 7 മണിക്ക് ഒരു മാച്ചോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ചിലപ്പോൾ എനിക്ക് 9 മണിക്ക് തീർക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പുറത്തോട്ട് പോവുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സാമൂഹികപരമായിട്ടുള്ള പുറത്ത് നടക്കുന്ന കാര്യങ്ങളിലേക്കുള്ള കാരണം ഞാൻ ഫുൾ ടൈം ഗെയിമിലായിരിക്കാം, ഞാൻ ന്യൂസ് കാണുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ വെളിയിൽ എന്ത് നടക്കുന്നു, വെളിയിൽ എന്ത് കാര്യങ്ങൾ ഇതാവുന്നു എന്നതിനെ പറ്റി ഒരു ഇൻഫോ കുറയുന്നത് ഇതിൻ്റെ ഒരു ഫാക്ടറാണ്. ശരിക്കും പറഞ്ഞാൽ ഗെയിമിങ്ങിൽ ഉള്ളൊരു ഫാക്ടറാണ് അത്. ഞാൻ 100% യോജിക്കുന്ന കാര്യമാണ്. അത് എനിക്ക് പോലും ഇപ്പോഴും അത് തിരുത്താൻ പറ്റിയിട്ടില്ല. സാമൂഹ്യപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടാറുണ്ടോ? ഉറപ്പായിട്ടും. ഈ വയനാട് ഇഷ്യൂ ഒക്കെ നടന്ന കേസിലൊക്കെ നിങ്ങൾക്ക് ഗെയിമേഴ്സ് എന്തൊക്കെയായിരിക്കും ചെയ്തു കഴിഞ്ഞു? അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വ്ളോഗേഴ്സിൻ്റെയും ബാക്കിയുള്ളവരെയും പോലത്തെ ഒരു ഓഡിയൻസ് അല്ല സ്ട്രീമേഴ്സിനുള്ളത്. ഈ സ്ട്രീമേഴ്സിൻ്റെ ഓഡിയൻസ് ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ, വ്ളോഗേഴ്സൊക്കെ ആണെങ്കിൽ അവരുടെ വീഡിയോ ഇപ്പോൾ ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നു. ചിലപ്പോൾ റെഗുലറായിട്ട് കോണ്ടൻറ്റ്സ് ഇടുന്നവരുണ്ടാവാം, റെഗുലർ വ്യൂവേഴ്സ് ഉണ്ടാവാം. പക്ഷെ അതുപോലല്ല ഈ സ്ട്രീമേഴ്സിൻ്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് അവരോട്. അതായത് റിയൽ ടൈമിൽ അവരുടെ പേര് വായിച്ച് കമൻറ്റ് വായിക്കുന്നു, ഞങ്ങൾക്ക് സൂപ്പർ ചാറ്റുകൾ അയക്കുമ്പോൾ അവരുടെ പേര് പറയുന്നു. അത് അവർക്കൊരു സന്തോഷമാണ്, വായിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ. അപ്പോൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് കുറച്ചും കൂടി ഒരു ക്ലോസ് ഫീൽ തോന്നും. അപ്പം മെയിനായിട്ട് ഈ വയനാടിൻ്റെ ഇഷ്യൂ വന്നപ്പം ഇതെടുത്ത് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, ഈ വയനാടിൻ്റെ ഇഷ്യൂ വന്നപ്പം അവർക്ക് ഞങ്ങൾ ഇങ്ങനൊരു റിക്വസ്റ്റായിട്ട് ഞാൻ പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ, ഞാനൊരു നേരെ വന്ന് എൻ്റെ ലൈവ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കാണുന്ന ഒരു 10,000-10,000 പേരുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത് ദുബായിലാണ്, UAE-യിലാണ്. അപ്പോൾ കുറേ പ്രവാസി ചേട്ടന്മാരൊക്കെ ഉള്ളതുകൊണ്ടും ഞാൻ പ്രതീക്ഷിച്ചത് എല്ലാവരും കൂടെ ഒരു 10,000 പേര് എല്ലാം കൂടെ ഒരു 10 രൂപ വെച്ചിട്ടാൽ പോലും 1 ലക്ഷം രൂപയാവും. അപ്പോൾ നമുക്കൊരു 1 ലക്ഷം രൂപയെങ്കിലും കിട്ടും എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ പ്രതീക്ഷിച്ചാണ് വന്നത്. അപ്പം ഞാൻ അവരോട് വന്ന് കാര്യം പറഞ്ഞു, ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു ദുരന്തം നടന്നതല്ലേ, അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ഇവരോട് പറഞ്ഞു, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് 1 രൂപയെങ്കിൽ 1 രൂപ. നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, എൻ്റെ കൂട്ടത്തിലൊരു പയ്യൻ്റെ അക്കൗണ്ട് കംപ്ലീറ്റ്ലി കാലിയാക്കിയിട്ട് ലൈവിൽ തന്നെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതിനകത്ത് 0 ബാലൻസ് ആണ്, ഇപ്പം 0 ബാലൻസ് ആണ്, നമുക്ക് ഇവിടുന്ന് തുടങ്ങാം, ഇതാണ് UPI ID, ഇതാണ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വെറുതെ സ്ക്രീനിൽ കാണിച്ചിട്ട് ഞങ്ങളൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് അതിനകത്ത് ഫണ്ട് അയക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് ചാറ്റിലെ ആൾക്കാരിങ്ങനെ സ്പാം ചെയ്ത് 10 മിനിറ്റിൽ നോക്കിയപ്പം 1.5 ലക്ഷം രൂപ മുകളിലായി. അപ്പം ഞാൻ വിചാരിച്ച് ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ഞാൻ പ്രതീക്ഷ എമൗണ്ട് ഓൾറെഡി കവറപ്പായി കഴിഞ്ഞ്. അപ്പം ഞാൻ വിചാരിക്കണമെന്ന് പറഞ്ഞാൽ ഓക്കെ, എന്നാൽ പിന്നെ കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ദുരന്തം നടന്നൊരു സമയത്ത് നമ്മൾ ഈ ലൈവൊക്കെ ഇട്ട് ചിരിച്ച് കളിച്ചിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് അപ്പം നമ്മുടെ കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ലൈവ് അങ്ങ് നിർത്താം എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഓരോ മിനിറ്റിൽ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുക, ഇങ്ങനെ കൂടി വന്നുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ 2-2.5 മണിക്കൂറിൽ ആയപ്പോഴത്തേക്കിനും നമുക്കെല്ലാം കൂടി കിട്ടിയത് 8 ലക്ഷം രൂപയുണ്ടാവും. ആരൊക്കെ ഉണ്ടായിരുന്നു ലൈവിൽ നിങ്ങളുടെ കൂടെ സംസാരിക്കാൻ? അതായത് എനിക്കൊരു ഗ്രൂപ്പുണ്ട്, TVA എന്ന് പറഞ്ഞിട്ട്. അതായത് ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് പിള്ളേരാണ്. അത് ഞങ്ങൾ ഇപ്പോൾ ഒരു 3-4 വർഷമായി ഞങ്ങൾ തുടങ്ങിയിട്ട്. ഞങ്ങൾ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്, ഞങ്ങളൊരു ഫാമിലി പോലെയാണ്.
എല്ലാവരും അവരവരുടെ യൂട്യൂബ് ചാനലാണ് സ്ട്രീമിംഗ് ഒരേ സമയത്ത്? അല്ല, എൻ്റെ ചാനലിൽ മാത്രമാണ് അന്ന് സ്ട്രീം ചെയ്തത്. വേറെ ഒരു ചാനലിൽ സ്ട്രീം ചെയ്തിട്ടില്ല, എൻ്റെ ചാനലിൽ മാത്രമാണ് സ്ട്രീം ചെയ്തത്. അപ്പോൾ ഈ എൻ്റെ ചാനൽ കാണാൻ വന്ന ആൾക്കാരാണ് ഇങ്ങനെ പൈസ അയച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഇതിന് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഞങ്ങളോട് ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഇവൻ്റെയിൽ പൈസ കൊടുത്താൽ അവിടെ എത്തും. കാരണം ഞങ്ങൾക്ക് ഞങ്ങളോട്, എൻ്റെ ഓഡിയൻസിന് ഞങ്ങളോട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഡിയൻസിന് ഞങ്ങളോടുള്ള ഒരു ഡീപ്പ് അഫെക്ഷൻ ഉണ്ട് അവിടെ. അത് ശരിക്കും ഇവിടെ റിഫ്ലക്റ്റ് ചെയ്തൊരു ഇൻസിഡൻ്റായി വയനാടിൻ്റെ. അവർക്ക് വിശ്വാസമുണ്ട്, ഇത് എൻ്റെ തന്ന അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ചാൽ ഇത് അവിടെ എത്തും എന്ന് ഉറപ്പുണ്ട് അവർക്ക്. അതുകൊണ്ടാണ് അവർക്ക് വേണമെങ്കിൽ അത് ഡയറക്റ്റ് മറ്റേ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലിടാം, എന്ത് വേണേൽ ചെയ്യാം. പക്ഷെ ഞങ്ങളുടെ ത്രൂ അത് ചെയ്യണം എന്ന്, അല്ലെങ്കിൽ ഞങ്ങളുടെ ത്രൂ തന്നെ അത് ചെയ്യുന്നത് ഇങ്ങനൊരു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങളെപ്പോലത്തെ ഒരു കമ്മ്യൂണിറ്റി വളർന്നു വരാനുള്ള ഒരു ഈ ഗ്രൂപ്പ് ഓഫ് കുറച്ച് ആൾക്കാരുടെ ആഗ്രഹം കൂടെ കൊണ്ട് തന്നെയാണ്. അവർക്ക് ആ വിശ്വാസം ഞങ്ങളിലുണ്ട്, ഞങ്ങളിത് കറക്റ്റായിട്ട് അവരിൽ എത്തിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഏകദേശം ഈ പറഞ്ഞ പോലെ ആ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ 8 ലക്ഷം രൂപ. പിന്നെ നമുക്ക് അത് കൂടാതെ കുറച്ച് സ്ട്രീമേഴ്സ് ആയിട്ടുള്ള പയ്യന്മാർ അവരുടെ സ്വന്തം ചാനലിൽ സ്ട്രീം ചെയ്ത പൈസയും പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസ എല്ലാം കൂടെ ചേർത്ത് 9.5 ലക്ഷം രൂപയാണ് നമ്മൾ ടോട്ടൽ കൊടുത്തത്. സി എമ്മിൻ്റെ ഫണ്ടിലേക്ക് നമ്മൾ കൊടുത്തത്. അപ്പം പുള്ളിയുടെ നമ്മൾ ആദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരിട്ട് ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ അഡീഷണൽ ആഡ് ചെയ്തിട്ട് നമ്മൾ ആർക്കെങ്കിലും ഒരു ഫാമിലിക്ക് വീട് വെച്ച് കൊടുക്കാം എന്നുള്ളൊരു രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തത്.